ഇന്നേ ദിവസം നാം മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ മലനിരകളിൽ പുനെ ജില്ലയിലെ ലോണാവാലയ്ക്ക് സമീപം കാർലി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന കാർല ഗുഹാക്ഷേത്ര സമുച്ചയം കാണാനാണ് എത്തിയിരിക്കുന്നത്. അതിരാവിലെ തന്നെ ഇവിടെ എത്തുകയും എക്വീര ഐമ ടെമ്പിൾ സന്ദർശിക്കുകയും ദേവിയുടെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം കാർല കേവ്സ് എന്ന മഹാത്ഭുതം കാണാനായി കാർല ഗുഹകളുടെ പ്രധാന കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ വാസ്തുവിദ്യയുടെയും ബുദ്ധമത ചരിത്രത്തിൻ്റെയും ഉജ്ജ്വലമായ ഒരധ്യായമാണ് ഈ ശിലാഗുഹകൾ. BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കുന്നിൻ ചെരുവുകളിൽ പാറ തുരന്നുണ്ടാക്കിയ ഈ ഗുഹകൾ ഇന്ത്യയിലെ ഏറ്റവും വലുതും മനോഹരവുമായ ബുദ്ധമത ചൈതന്യ ഗ്രഹങ്ങളിൽ ഒന്ന് ഉൾക്കൊള്ളുന്നുണ്ട്. കാർല ഗുഹകളുടെ നിർമ്മാണത്തിന് പ്രധാന കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയായിരുന്നു. അറബിക്കടലിൽ നിന്ന് ഡെക്കൻ പീഠഭൂമിയിലേക്ക് പോകുന്ന പുരാതന വാണിജ്യ പാതയുടെ അടുത്താണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ യാത്ര ചെയ്യുന്ന വ്യാപാരികൾക്കും ബുദ്ധ ഭിക്ഷുക്കൾക്കും ഇതൊരു പ്രധാന വിശ്രമ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്നു. സതവാഹന രാജാക്കന്മാരുടെയും ധനികരായ വ്യാപാരികളുടെയും സംഭാവനകളാണ് ഈ ഗുഹകളുടെ നിർമ്മാണത്തിന് കരുത്തു നൽകിയത്. ഇത് ബുദ്ധമതത്തിന് കച്ചവട സമൂഹത്തിൽ ഉണ്ടായിരുന്ന വലിയ സ്വാധീനം വിളിച്ചോതുന്നു. ഈ ഗുഹകൾ പ്രധാനമായും ബുദ്ധമതത്തിലെ ഹീനയാന മഹാസാംഘിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് എന്നതാണ് ചരിത്രം. കാർല ഗുഹാ സമുച്ചയത്തിൽ ഒരു വലിയ ചൈതന്യ ഗൃഹവും പ്രാർത്ഥനാ മണ്ഡപവും ഭിക്ഷുക്കൾക്ക് താമസിക്കാനുള്ള 15ഓളം വിഹാരങ്ങളുമാണ് ഉള്ളത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാചൈതന്യം കേവ് നമ്പർ 8 എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ മണ്ഡപമാണ്. 45 മീറ്റർ നീളവും 14 മീറ്റർ ഉയരവുമുള്ള ഈ ചൈതന്യം രാജ്യത്തെ ശിലാഗുഹകളിലെ ഏറ്റവും വലുതാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത അതിൻ്റെ ഉൾവശം 37 തൂണുകളുടെ 2 വരികളാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. തൂണുകളുടെ മുകൾ ഭാഗത്ത് ആനപ്പുറത്തേറിയ സ്ത്രീ പുരുഷ രൂപങ്ങളുടെ മനോഹരമായ കൊത്തുപണികൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ചൈതന്യഗ്രഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ മേൽക്കൂരയാണ്. കല്ലിൽ കൊത്തിയെടുത്ത കമാന രൂപങ്ങൾക്കിടയിൽ യഥാർത്ഥ മരം ഉപയോഗിച്ചുള്ള ബീമുകൾ ഇന്നും കേടുകൂടാതെ നിലനിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. ഇത് 2000 വർഷം മുമ്പുള്ള മരപ്പണിയുടെ നിലവാരം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ്. കൂടാതെ ചൈതന്യത്തിന് മുന്നിലായി സ്ഥാപിച്ചിട്ടുള്ള വലിയ തൂണുകളിൽ ഒന്ന് ഇന്നും തലയുയർത്തി നിൽപ്പുണ്ട്. കാർല ഗുഹകൾ നൂറ്റാണ്ടുകളോളം ബുദ്ധമത കേന്ദ്രമായി നിലനിന്നെങ്കിലും കാലക്രമേണ മറ്റു മതങ്ങളുടെ സ്വാധീനവും ഇവിടെ പ്രകടമായി. പ്രധാന ചൈതന്യഗ്രഹത്തിന് മുന്നിലെ ഒരു തൂണിന്റെ സ്ഥാനത്ത് ഇന്ന് മുംബൈയിലെ കോളി സമുദായക്കാരുടെ കുലദേവതയായ എക്വീര ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം ബുദ്ധമത അനുയായികളെയും ഹിന്ദുക്കളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന്. പുരാതന ബുദ്ധമത ശില്പങ്ങൾക്കൊപ്പം ഹൈന്ദവ ദേവതയുടെ സാന്നിധ്യം ഇവിടെ നിലനിൽക്കുന്ന മതപരമായ സൗഹാർദ്ദത്തിൻ്റെയും ഒരു മകുടോദാഹരണമായി ഇന്ന് വിഹരിക്കുകയാണ്. പുനെ മുംബൈ ഹൈവേയുടെ പാതയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കാർല ഗുഹകൾ ചരിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒരു അവിസ്മരണീയമായ അനുഭവമാണ് നൽകുന്നത്. ശിലയിൽ കൊത്തിയെടുത്ത ബുദ്ധന്റെ ശാന്തമായ രൂപങ്ങളും ഭീമാകാരമായ ചൈതന്യ മണ്ഡപത്തിന്റെ പ്രൗഢിയും വാണിജ്യ പാതയുടെ പ്രാധാന്യവും ഈ സ്ഥലത്തിന് സാംസ്കാരികപരമായ മൂല്യം നൽകുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിൽ ഈ പുരാതന ബുദ്ധ പൈതൃകം ഇന്നും തലമുറകൾക്കായി ചരിത്രം വിളിച്ചോതിക്കൊണ്ട് ഇവിടെ നിലകൊള്ളുന്നു. ഈ മനോഹരമായ ഗുഹകൾക്കുള്ളിൽ നടന്ന് കാണുകയും ഇതിൻ്റെ ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുകയും ഈ മനോഹരമായ ശില്പഭംഗിയെ
കണ്ണും മനസ്സും നിറയുവോളം ആസ്വദിക്കുകയും ചെയ്ത് സഹയാത്രികർക്കൊപ്പം ഞാനും അങ്ങനെ ഈ മഹാനിർമ്മിതിയുടെ ഭംഗി കണ്ട് ഇതിൽ മയങ്ങി അങ്ങനെ നടക്കുകയാണ്. കരിമ്പാറയിൽ കൊത്തിയെടുത്ത മഹാവിസ്മയമാണ് ഇതിലെ ഓരോ ശില്പങ്ങളും എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ പണിതീർത്തിരിക്കുന്ന മുനിയറകൾ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. ഭാരതത്തിലുടനീളം മറ്റെവിടെയും കാണുന്ന പോലെ ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ശിലകളിൽ കൊത്തിയുണ്ടാക്കിയ ചെറിയ ചെറിയ മുറികളാണ് ഈ മുനിയറകൾ അഥവാ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെ ബൗദ്ധ മുനിമാർക്കും ആചാര്യന്മാർക്കും താമസിക്കാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിരുന്നു. വാണിജ്യ പാതയുടെ ഓരത്ത് ആയിരുന്നത് കൊണ്ട് തന്നെ ധാരാളം വണിക്കുകളും ഈ വഴിയെ വരികയും ഇവിടം സന്ദർശിക്കുകയും ധാരാളം സംഭാവനകൾ നൽകുകയും അങ്ങനെ ഈ ബൗദ്ധ കേന്ദ്രം ഒരു സാംസ്കാരിക കേന്ദ്രമായി വളരുന്നതിൽ ഒത്തിരിയേറെ സംഭാവന നൽകുകയും ചെയ്തു. ഇങ്ങനെ എന്തുകൊണ്ടും വളരെ പ്രധാനമായ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഈ കാർല ഗുഹകൾ. വിശാലമായ ഈ ഗുഹകളിൽ നമുക്ക് ധാരാളം അവശിഷ്ടങ്ങളും കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെ ഈ മനോഹരമായ ഈ കാർല ഗുഹകൾ കണ്ടതിന് ശേഷം ഇപ്പോൾ നാം മറ്റൊരു മഹാനിർമ്മിതിയിലേക്കാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ തന്നെ ഏറ്റവും പുരാതനവും ചരിത്രമുറങ്ങുന്നതുമായ ലോഹഗഡ് കോട്ടയാണ്. തന്ത്രപ്രധാനമായ പാതകളിൽ ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടകൾ ഏതൊരു യാത്രികനെയും ഒത്തിരിയേറെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇന്നും ഇത് മറാത്ത പ്രൗഢിയുടെ പ്രതീകമായി തലയെടുപ്പോടെ നിലകൊള്ളുന്നു. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ പുനെ നഗരത്തിൽ നിന്നും ലോനാവാലയ്ക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ഈ ലോഹഗഡ് കോട്ട, ഇല്ലെങ്കിൽ അയൺ ഫോർട്ട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1033 മീറ്റർ, അതായത് 3389 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട മറാത്ത സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും വാസ്തുവിദ്യയുടെയും പ്രതീകമായി ഇന്നും തലയുയർത്തി നിലകൊള്ളുന്നു. ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ടും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും സാഹസിക യാത്രികർക്കും ലോഹഗഡ് കോട്ട ഒരു പ്രധാന ആകർഷണവും ലക്ഷ്യസ്ഥാനവുമാണ്. ഏതാണ്ട് 500-ലേറെ സ്റ്റെപ്പുകൾ കയറി വേണം ഈ ലോഹഗഡ് കോട്ടയുടെ തലപ്പത്തേക്ക് എത്തിച്ചേരാൻ. താഴെ നിന്നും വളരെ മനോഹരമായി കരിങ്കല്ലിൽ പണിതീർത്തിരിക്കുന്ന ലോഹഗഡ് കോട്ട കണ്ടും അതിൻ്റെ ഭംഗി ആസ്വദിച്ചും ഇവിടെ എത്തുന്ന ഓരോ യാത്രികനും ഈ കോട്ടയുടെ മുകൾ വശത്ത് എത്തിച്ചേരാവുന്നതാണ്. അല്പം കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു കോട്ടയാണെങ്കിൽ കൂടി ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലോഹഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ലോഹഗഡിന്റെ ചരിത്രം നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിക്കുന്നു. സതവാഹനർ, ചാലൂക്യർ, രാഷ്ട്രകൂടർ, യാദവന്മാർ, ബഹമാനികൾ, നിസാംമാർ, മുഗളന്മാർ, ഒടുവിൽ മറാത്തക്കാർ എന്നിങ്ങനെ വിവിധ രാജവംശങ്ങളുടെ ഭരണത്തിന് ഈ കോട്ട സാക്ഷ്യം വഹിച്ചു എന്നതാണ് ചരിത്രം. 11-ാം നൂറ്റാണ്ടിൽ യാദവ രാജവംശമാണ് ഇതിന്റെ ആദ്യകാല നിർമ്മാണത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. എങ്കിലും കോട്ടയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ കാലത്താണ്. 1648-ൽ ശിവാജി ഈ കോട്ട പിടിച്ചെടുക്കുകയും അതിന്റെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം ശിവാജി തന്റെ പ്രശസ്തമായ സൂറത്ത് കൊള്ളയിൽ നിന്ന് ലഭിച്ച സമ്പത്ത് സൂക്ഷിക്കാൻ ലോഹഗഡ് കോട്ടയെ ഒരു വലിയ ഭണ്ഡാരപ്പുരയായി ഉപയോഗിച്ചു എന്നതാണ് ചരിത്രം. 1665-ലെ
പുരന്ദർ ഉടമ്പടി പ്രകാരം ഈ കോട്ട മുഗളന്മാർക്ക് കൈമാറേണ്ടി വന്നെങ്കിലും 1670 ശിവാജി അത് വീണ്ടും തിരിച്ചുപിടിച്ചു തന്റെ അധീനത്തിലാക്കി. പിന്നീട് പേഷ്വാ ഭരണകാലത്ത് സ്വാധീന ശക്തിയുള്ള മന്ത്രിയായിരുന്ന നാനാ ഫഡ്നവീസ് കോട്ടയിൽ താമസിച്ച് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വലിയൊരു ജലസംഭരണിയും പടിക്കിണറും ഉൾപ്പെടെ നിരവധി നിർമ്മാണങ്ങൾ നടത്തുകയും കോട്ടയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോഹഗഡ് കോട്ടയുടെ രൂപം ഒരു തേളിന്റെ വാൽ പോലെ വളഞ്ഞു കിടക്കുന്നു. ഈ ഭാഗം പിഞ്ചു കാട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നീണ്ട പാറക്കെട്ട് കോട്ടയുടെ പ്രതിരോധത്തിൽ ഒരു പ്രകൃതിദത്തമായ സംരക്ഷണമായി വർത്തിക്കുന്നുണ്ട്. കോട്ടയ്ക്ക് 4 പ്രധാന കവാടങ്ങളാണുള്ളത്. ഗണേഷ് ദർവാജ, നാരായൺ ദർവാജ, ഹനുമാൻ ദർവാജ, മഹാദർവാജ എന്നിവയാണ് ആ 4 കോട്ടവാതിലുകൾ. ഇവയിൽ ഓരോ കവാടവും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യാ ശൈലികൾ പ്രതിഫലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഹനുമാൻ ദർവാജയാണ് ഇവയിൽ ഏറ്റവും പഴക്കമേറിയത്. കോട്ടയുടെ ഉൾഭാഗത്ത് നിരവധി പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളും ജലസംഭരണികളും ഇന്നും നമുക്ക് കാണാവുന്നതാണ്. ചില ഗുഹകൾ ജൈനമതവുമായി ബന്ധപ്പെട്ട പുരാതന ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ കോട്ടയുടെ ചരിത്രപരമായ പഴക്കത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുകയും ചെയ്യുന്നുണ്ട്. ലോഹാഗഡിന്റെ കിഴക്ക് ഭാഗത്തായി ചെറിയൊരു മലയിടുക്ക് വഴി ഇതിന്റെ ഇരട്ട കോട്ടയായ വിസാപൂർ കോട്ടയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതുന്നത്. ഈ 2 കോട്ടകളും ഒരുമിച്ച് ഒരു വലിയ പ്രതിരോധ നിരയായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് അക്കാലഘട്ടത്തിൽ. ഇങ്ങനെ നാം കോട്ട കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കോട്ടയുടെ ഡയഗ്രാം മാപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യാത്രികരുടെ അറിവിലേക്കായി. ഇങ്ങനെ ഈ പടികൾ കയറി ഓരോ ഘട്ടം പിന്നിടുമ്പോഴും കൂടുതൽ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഇവിടെ ട്രെക്കിംഗ് നടത്തുന്ന ഓരോ സാഹസികന്റെയും മുമ്പിലേക്ക് പ്രകൃതി അനാവരണം ചെയ്യപ്പെടുക. കോട്ടയുടെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ മനോഹരിയായ പ്രകൃതിയാണ് നമുക്ക് താഴെയെങ്ങും കാണാൻ സാധിക്കുക. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഒരു മഹാവിസ്മയമാണ് ഈ കോട്ട എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ ബലിഷ്ഠമായ കരിങ്കല്ലുകൾ വളരെ ആകർഷണീയമായ രീതിയിൽ കൊത്തിയെടുത്ത് പണിതിരിക്കുന്ന ബലിഷ്ഠമായ ഒരു കോട്ടയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇസ്ലാം മതത്തിന്റെ അനേകം ചിഹ്നങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കോട്ടയുടെ മുകളിൽ എത്തിയാൽ ഇവിടെ നമുക്ക് വിശാലമായ ഒരു ശിവ ദേവാലയവും അതിനു മുമ്പിൽ ഒരു നന്ദിയും അതോടൊപ്പം തന്നെ ഇസ്ലാം മതചിഹ്നങ്ങളും 3-4 കുളങ്ങളും ഒക്കെ നമുക്കിവിടെ ദൃശ്യമാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് അല്പം വിശ്രമിച്ചതിന് ശേഷം ഇനിയും നാം മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മുസ്ലിം പണ്ഡിതരുടെയും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിശുദ്ധാത്മാക്കളുടെയും ഒക്കെ കബറിടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്നും 24 മണിക്കൂറും സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ സുപ്രസിദ്ധമായ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഒരു ചരിത്ര സ്മാരകമായി ഇന്നും ഇതിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇത് ഈ നല്ല നിലയിൽ നമുക്ക് ഇവിടെ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നത്. നാമമാത്രമായ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നാം ഈ കോട്ടയുടെ മുകളിലേക്ക് പ്രവേശനം നേടാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രകൃതി ഒരുക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പശ്ചിമഘട്ട മലനിരകളുടെയും സഹ്യാദ്രി മലനിരകളുടെയും ഒക്കെ പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ മനോഹരമായി ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരിടം കൂടിയാണ് ഈ കോട്ടയുടെ മുകൾ വശം എന്ന് പറയാതിരിക്കാൻ വയ്യ.
ഏതൊരു പ്രായക്കാർക്കും അനായാസം കയറി എത്താൻ പറ്റുന്ന ഒരു കോട്ട കൂടിയാണ് ഇത്. ഈ കോട്ടയുടെ ഈ ഏറ്റവും മുകളിലായി ഇസ്ലാം മതത്തിലെ സൂഫിമാരുടെ കബറിടങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഇന്നും ഇവിടെ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളെയും നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഈ കോട്ടയുടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും താഴേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ സഹ്യാദ്രി മലകളുടെയും പശ്ചിമഘട്ട മലനിരകളുടെയും ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഈ കോട്ടയുടെ മുകൾ വശം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും തന്ത്രപ്രധാനമായ സ്ഥാനത്തിനും കാരണമാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കാനാവും എന്നതാണ് ഈ കോട്ടയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രാധാന്യമായി കണക്കാക്കപ്പെടുന്നത്. പഴയ കാലങ്ങളിൽ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ നിരന്തരം കൺകാവലിനായി ഉപയോഗിച്ചിരുന്നത് ഇത്തരം വലിയ കോട്ടകളും ഉയർന്ന പ്രദേശങ്ങളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കോട്ടയായിട്ട് വേണം നമുക്ക് ഈ ലോഹഗഡ് കോട്ടയെ കാണാനായി. ശിവാജിയുടെ കാലത്ത് ഏറ്റവും പ്രതാപത്തിൻ്റെ അഗ്രസ്ഥാനത്തുണ്ടായിരുന്ന ഈ കോട്ട ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു എന്നത് നമുക്ക് തീർത്തും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ലോണവാലയിലെ പ്രധാന ആകർഷണങ്ങൾ ഒന്നുകൂടിയാണ് ഈ ലോഹഗഡ് കോട്ട. ഇവിടെ എത്തിച്ചേരാൻ മലാവ്ലി എന്ന ബേസ് വില്ലേജിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രെക്കിംഗ് ആവശ്യമാണ്. പച്ചപുതച്ച താഴ്വാരങ്ങളും പാവന തടാകവും സമീപത്തെ കാർല ബാജ ഗുഹകളും ഉൾപ്പെടെയുള്ള മനോഹരമായ കാഴ്ചകൾ കോട്ടയുടെ മുകളിൽ നിന്നും ആസ്വദിക്കാനാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മൺസൂൺ കാലഘട്ടത്താണ് ഈ പ്രദേശം അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തുന്നതും പ്രകൃതി യാത്രികർക്കായി അനാവരണം ചെയ്യുന്നതും. അപ്പോൾ ഈ കോട്ടയിലേക്കുള്ള യാത്ര അതിമനോഹരവും ഹൃദ്യവുമാകുന്നു. ഈ കോട്ടയ്ക്ക് മഹാരാഷ്ട്രയുടെ വീരചരിത്രത്തിൽ മായാത്ത ഒരധ്യായമായിട്ടാണ് ഇന്നും കരുതപ്പെടുന്നത്. പ്രകൃതി സൗന്ദര്യവും ചരിത്രത്തിൻ്റെ ഗാംഭീര്യവും ഒരുമിക്കുന്ന ഈ സ്ഥലം ഓരോ സഞ്ചാരിക്കും മറാത്ത യോദ്ധാക്കളുടെ കാലഘട്ടത്തിലൂടെ ഒരു യാത്ര നൽകുന്നു. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ള ഈ കോട്ട അതിൻ്റെ പൗരാണിക പ്രൗഢിയിൽ ഇന്നും നിലകൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ കോട്ടയുടെ മുകൾ വശത്തെത്തി പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് മണിക്കൂറുകളോളം പ്രകൃതി സൗന്ദര്യം നുകർന്നതിന് ശേഷം ഇപ്പോൾ നാം തിരിച്ചിറങ്ങുകയാണ്. ഈ കോട്ടയുടെ ഓരോ പടികളും ഒത്തിരിയേറെ പ്രൗഢിയോടും അഹങ്കാരത്തോടും സന്തോഷത്തോടും ഒക്കെ ചവിട്ടിക്കൊണ്ട് ഈ കോട്ടയോട് വിട പറഞ്ഞ് നമ്മുടെ യാത്ര തുടരാനായി മറ്റ് അനേകം സ്ഥലങ്ങൾ കാണാനും അവയെ ആസ്വദിക്കാനും